Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. നോക്കൂ, നമ്മൾ മൂന്നാമത്തെ യൂണിറ്റ് മുതൽ പഠിച്ചു തുടങ്ങുകയാണ് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിൽ. നിങ്ങൾക്കറിയാം, മൂന്നാമത്തെ യൂണിറ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ്, അല്ലെങ്കിൽ ഡബ്ബാവാലാസിന്റെ സാഗ. സോ ആ ചാപ്റ്ററിൽ നമ്മൾ ഈ ക്രിസ്മസ് എക്സാമിന് ഉറപ്പായും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യം ഒരു റൈറ്റപ്പ് ആണ്. ആ ചോദ്യം ഏകദേശം ഇങ്ങനെ വരും. നോക്കൂ, the Dabbawalas are as much a part of the Mumbai scene as the black cabs with yellow tops. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നെടുത്തൊരു സെന്റൻസ് ആണ്. ചോദ്യം ഇങ്ങനെയാണ്: പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ദി ഡബ്ബാവാല സർവീസ്. ഡബ്ബാവാല സർവീസിനെ കുറിച്ച് എന്ത് എഴുതാൻ? ഒരു റൈറ്റ് അപ്പ് എഴുതാൻ വേണ്ടി. സോ എപ്പോഴും ആലോചിക്കുക, ഒരു റൈറ്റ് അപ്പ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്കൊരു ടൈറ്റിൽ ഉണ്ടാവണം, നിങ്ങളെ ടോപ്പിക്കിനെ കുറിച്ച് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടാവണം, എന്നിട്ട് അതിനെക്കുറിച്ച് ഇലാബറേറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ഒരു കൺക്ലൂഷൻ എഴുതുന്നു. ഈ രീതിയിലാണ് ഒരു റൈറ്റപ്പ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എസ്സേ ആയിട്ട്, ഒരു ഉപന്യാസമായിട്ട്, അല്ലെങ്കിൽ ഒരു കുറിപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. സോ നിങ്ങൾ ഈ ചാപ്റ്റർ വായിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, അപ്പം നിങ്ങൾക്ക് അറിയാം ഇതൊരു ആർട്ടിക്കിളാണ്. അല്ല, ഈ ആർട്ടിക്കിള് അതൊരു നറേഷൻ, അതിൻ്റെ നറേറ്റീവ് ടെക്നിക്കൊക്കെ എന്താണ്, കുറച്ച് രസമുള്ളതാണ്. പക്ഷേ ഒരു എസ്സേ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ടു ദ പോയിന്റ് കാര്യങ്ങൾ പറഞ്ഞു പോകണം. അതിന് നിങ്ങൾക്ക് കൃത്യമായൊരു ഓർഡർ വേണം. സോ ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ 7 മാർക്ക് മുഴുവൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഉറപ്പായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നോക്കൂ, നമ്മൾ 7 മാർക്കിന്റെ ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു റൈറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ടൈറ്റിൽ കൊടുക്കുന്നു. നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ദ സാഗ ഓഫ് ദ ഡബ്ബാവാലാസ് എന്ന് തുടങ്ങാം. ദ സാഗ ഓഫ് ദി ഡബ്ബാവാലാസ്. സാഗ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ലോങ് ഹീറോയിക് സ്റ്റോറി എന്നാണ്, അല്ലെ? സോ നമ്മൾ ഡബ്ബാവാലാസിന്റെ ഹീറോയിക് സ്റ്റോറിയെ കുറിച്ച് ഒരു എസ്സേ എഴുതാൻ പോവാണ്. നോക്കൂ, ഇൻ മുംബൈ, ഇന്ത്യ, the Dabbawalas have developed a special and very efficient way to deliver lunch. മുംബൈയില് ഡബ്ബാവാലാസ് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, കാര്യപ്രാപ്തമായിട്ടുള്ള, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെത്തേഡ്, ഒരു വഴി എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈസ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? ടു ഡെലിവർ ലഞ്ച്. നമ്മൾ കാര്യം പറയാണ്. They are well known for being incredibly accurate and reliable. അവർ ആക്യുറേറ്റ് ആണ്, പിന്നെ അവരെന്താണ്? അവർ റിലയബിൾ ആണ്, വിശ്വസനീയമാണ്, അല്ലെങ്കിൽ അവരെ നമുക്ക് വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റുന്ന ആളുകളാണ്. സോ അവർ ഇൻക്രെഡിബിളി ആക്യുറേറ്റും ഇൻക്രെഡിബിളി റിലയബിളും ആയതുകൊണ്ട് തന്നെ അവർ ഭയങ്കര പോപ്പുലർ ആണ്. Every day they deliver thousands of tiffin boxes which are lunch containers to offices all over the city. They use a clever color-coded system that helps them keep everything organized. So ഈ കാര്യങ്ങളൊക്കെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. ഇനി നമ്മൾ അതിനെക്കുറിച്ച് ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. The story of the Dabbawalas began in the late 800s. അല്ലെ, 1800കളിലാണ്, അല്ലെങ്കിൽ 18th സെഞ്ചുറിയിലാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡബ്ബാവാലാസിന്റെ കഥ ആരംഭിക്കുന്നത്. എ പാർസി വുമൺ വാണ്ടഡ് ടു സെൻഡ് ഹോം മെയ്ഡ് മീൽസ് ടു ഹർ ഹസ്ബൻഡ് വൈൽ ഹി വാസ് അറ്റ് വർക്ക്. സോ ഒരു പാർസി വുമൺ അവളുടെ ഹസ്ബൻഡിന് ഹോം മെയ്ഡ് ഫുഡ് അയക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ആദ്യമായി ഒരു ഡബ്ബാവാല എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. This idea started as a small service but has grown into a large and successful network. ഇതൊരു കുഞ്ഞു സർവീസ് ആയിട്ടാണ് തുടങ്ങിയത്, പക്ഷെ അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം അതൊരു വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള, അത്രയും വലിയൊരു നെറ്റ്വർക്ക് ആയിട്ട് എന്ത് ചെയ്യുന്നു? മാറപ്പെടുന്നു. പീപ്പിൾ അറൌണ്ട് ദ വേൾഡ്, ഇൻക്ലൂഡിംഗ് സ്റ്റുഡൻസ് ഫ്രം ബിസിനസ് സ്കൂൾസ് ആൻഡ് ഈവൻ പ്രിൻസ് ചാൾസ് ഓഫ് ദ യുണൈറ്റഡ് കിങ്ഡം admire the Dabbawalas for the amazing efficiency. ഇവരുടെ ഈ എഫിഷ്യൻസി, ഇവരുടെ ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സർവീസിനെ കുറിച്ച് ഒരുപാട് ആളുകൾ, ഇൻക്ലൂഡിങ് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ടോപ്പ് ബിസിനസ് സ്കൂളുകളിലെ കുട്ടികൾ വരെ ഇതൊരു പഠന വിധേയമാക്കിയിട്ടുണ്ട്. ബ്രിട്ടന്റെ രാജകുമാരനായിട്ടുള്ള, പിന്നീട് രാജാവായിട്ടുള്ള പ്രിൻസ് ചാൾസ് പോലും എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. ഇനി നോക്കൂ, ദ ഡബ്ബാവാലാസ് സ്റ്റാർട്ട് ദ ഡേ ഏർലി. സോ നമ്മൾ ഇവരുടെ ഒരു വർക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ്, അവരുടെ റുട്ടീൻ എങ്ങനെയാണ് എന്ന് പറയുന്നു. സോ ഡബ്ബാവാലാസ് അവരുടെ ഡേ വളരെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
They pick up the food at around 8 a.m. and make sure it reaches the offices by 1 p.m. 8 മണിക്ക് വീട്ടിൽ നിന്ന് ഒരു ഫുഡ് പിക്ക് ചെയ്യുന്നു, 1 മണിയാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ഓഫീസിലെത്തുന്നു, 1 മണിക്ക് മുമ്പ് തന്നെ എത്തുന്നു. They are very punctual and take pride in delivering the food on time. അവർ ഭയങ്കര പങ്ക്ച്വൽ ആണ്. അതായത് ഒരു തവണ പോലും അവർ എന്ത് ചെയ്തിട്ടില്ല, സമയം കഴിഞ്ഞ് ഈ ഫുഡ് ഡെലിവറി ചെയ്തിട്ടില്ല. ആൻഡ് ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ അവർ പ്രൈഡാണ്, ഭയങ്കര അഭിമാനമുള്ള ആൾക്കാരാണ്. By 5:30 p.m. at the latest, ഏറ്റവും വൈകി 5:30 ആകുമ്പോഴത്തേക്ക് they return the empty tiffin boxes to the customers. അവർ empty tiffin boxes എങ്ങോട്ടേക്ക് ഏൽപ്പിക്കുന്നുണ്ട്, കസ്റ്റമേഴ്സിന് തിരിച്ചേൽപ്പിക്കുന്നുണ്ട്. Each customer pays about Rs 500 every month for this service. സോ നമ്മൾ അവരുടെ റുട്ടീൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി എന്താ നമ്മൾ പറയാൻ പോകുന്നത്, the trays filled with the food are quite heavy. ആ ഫുഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ആ ട്രേ എന്ന് പറയുന്നത് ഭയങ്കര ഹെവിയാണ്. weighing between 85 and 100 kilos. സോ ഒരു ട്രേക്ക് ഏകദേശം 85 മുതൽ 100 കിലോഗ്രാം വരെ വെയിറ്റ് ഉണ്ടാവും. To manage all these deliveries, each tiffin has a special codes that help them identify where it needs to go. സോ ഇത്രയും ട്രേസ് അല്ലെങ്കിൽ ഇത്രയും ടിഫിൻസ് ഡെലിവറി ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ അവിടെ മിസ്പ്ലേസ്ഡ് ആവാനോ അല്ലെങ്കിൽ ഈ കാര്യം എന്താ പറയാ ഈ റിസീവറുടെ കയ്യിൽ എത്താതിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. സോ ഇൻ ഓർഡർ ടു കോർഡിനേറ്റ് ഓൾ ദീസ് തിങ്സ് അവർ എന്താ യൂസ് ചെയ്യുന്നത്, ഓരോ ടിഫിൻ ബോക്സിനും ഓരോ കോഡ് ഉണ്ട് അല്ലേ. ആ കോഡ് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൽഫ ന്യൂമറിക്കൽ കോഡ് ഉണ്ടാവും. ആ കോഡ് വെച്ചിട്ട് ഇറ്റ് ഇൻക്ലൂഡ് ദ കസ്റ്റമേഴ്സ് ഹോം, ദ ട്രാൻസ്ഫർ പോയിന്റ്സ് ആൻഡ് ദ ഡെലിവറി ലൊക്കേഷൻ. ഇതൊക്കെ എന്ത് ഉണ്ടാവും, ആ ആൽഫ ന്യൂമറിക്കൽ കോഡിൽ അവർക്ക് ഡെസിഫർ ചെയ്യാൻ പറ്റും. The Dabbawalas go through extensive training to remember everything they need to know. ഡബ്ബാവാലാസ് ആവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. അതിന് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള റിഗറസ് ആയിട്ടുള്ള ട്രെയിനിങ്ങിൽ കൂടെ ഇവർ എന്ത് ചെയ്യണം, അണ്ടർഗോ ചെയ്യണം. ദേ മെമ്മറൈസ് റൂട്ട്സ്, color codes and the names of the customers. This training helps them navigate through the busy streets and heavy traffic of Mumbai. As we both know, Mumbai is a bustling city. It's a bustling megapolis എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അത്രയും ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ടൗണിൽ കൂടെ ഈ ഡബ്ബാവാലാസിനെ നാവിഗേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് പേഷ്യൻസും ട്രെയിനിങ്ങും ഒക്കെ റിക്വയർ ചെയ്യുന്നുണ്ട്. Even with these challenges, ഈ challenges ഒക്കെ ഉണ്ടായിട്ടും the Dabbawalas remain dedicated to their work and take pride in providing a reliable service. അല്ലേ, അവർ ഇങ്ങനെയൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടും അതിനൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയുള്ള പ്ലാനോടുകൂടെ ഓവർകം ചെയ്യുന്നുണ്ട്. ഒരു റിലയബിൾ സിസ്റ്റമായിട്ട്, വിശ്വസനീയമായ സിസ്റ്റമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. The story of the Dabbawalas shows how people can work together effectively and remain determined. Even when faced with the difficulties of the city life. സിറ്റി ലൈഫിൻ്റെ എല്ലാ ഡിഫിക്കൽട്ടീസും ഫേസ് ചെയ്യുമ്പോഴും കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ ആളുകൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അത്രമേൽ ഡിറ്റർമിൻഡ് ആയിട്ട് എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നവർ പ്രൂവ് ചെയ്യുന്നുണ്ട്. Their ability to coordinate and deliver lunch to thousands of people every day is truly inspiring. അല്ലേ, ആയിരക്കണക്കിന് ആളുകൾക്ക് ദിവസവും ഫുഡ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ എഫേർട്ട് ഉണ്ടല്ലോ, അത് ട്രൂലി ഇൻസ്പയറിംഗ് ആണ്. സോ ഇത്രയൊക്കെയാണ് നിങ്ങളൊരു 7 മാർക്കിന്റെ എസ്സേയില് ഡബ്ബാവാലാസിനെ കുറിച്ച് റൈറ്റപ്പ് ചോദിച്ചാൽ എഴുതേണ്ടത്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ ഫോർ യു. ഇഫ് ഇറ്റ് വാസ്, ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് ബോക്സ്. ആൻഡ് നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറന്നു പോരുത്. ആൻഡ് ഒരു ലൈക്ക് കൂടെ ഇട്ടേക്കുക. സോ ഐ സീ യു വിത്ത് യെറ്റ് അനദർ വീഡിയോ. അണ്ടിൽ ദെൻ, ദിസ് ഇസ് നാസിർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചുസ, സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിംഗ്. ഹാപ്പി ലേണിംഗ് എവരിബഡി.